നമസ്കാരം. നമ്മൾ ഇന്ന് +2 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പെൽവിസ് റീജിയൻ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഓർഗൻസ് എന്ന് പറയുന്നത് എ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ്. ഇതിനെയാണ് നമ്മളിതിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന മറ്റ് ഭാഗങ്ങളായിട്ടുള്ള ആക്സസറി ഡക്റ്റുകൾ, ആക്സസറി ഗ്ലാൻഡുകൾ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഇത് എല്ലാം ചേർന്നിട്ടാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് മാറുന്നത്. നമുക്ക് ഓരോ ഭാഗത്തിൻ്റെയും സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടെസ്റ്റിസ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ശരീരത്തിൻ്റെ വെളിയിലായിട്ടാണ്. ശരീരത്തിന് വെളിയിൽ ഒരു പൗച്ച് ലൈക്ക് ക്യാവിറ്റിയിലാണിത് കാണപ്പെടുന്നത്. ആ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. ദ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. എന്താണ് സ്ക്രോട്ടത്തിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലോ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി വരെ താഴ്ന്ന നിലയിലായിരിക്കണം ഈ സ്പേമിൻ്റെ പ്രൊഡക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശരീര താപനിലയേക്കാൾ കുറഞ്ഞ അളവിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ക്രോട്ടത്തിൽ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ സ്ക്രോട്ടത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് മെയിൻറ്റെയിൻ ദ ലോവർ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ് ലോവർ than the normal internal body temperature necessary for spermatogenesis. In adult, each testis is oval in shape, length 4 to 5 cm and width is 2 to 3 cm. The testis is covered by a dense covering. ഇനി നമുക്ക് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓരോ ടെസ്റ്റിസിനെയും നമ്മൾ 250-ലധികം കമ്പാർട്ട്മെൻറ്റ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റ്സുകളെയും വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പോൾ ടെസ്റ്റിസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റ്സുകളായിട്ടാണ് ഈ ഓരോ കമ്പാർട്ട്മെൻറ്റ്സുകളെയും വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂളുകൾ. ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കണ്ടെയ്ൻ 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അതായത് ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസുകളും ഉണ്ടാക്കിയിരിക്കുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുകളെയാണ് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂളുകൾ എന്ന് വിളിക്കുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലുകളാണ് കാണപ്പെടുന്നത്. ഒന്നാമത്തേനെ നമ്മൾ മെയിൽ ജേം സെൽസ് എന്നും രണ്ടാമത്തേനെ സെർട്ടോളി സെൽസുകൾ എന്നാണ് വിളിക്കുന്നത്. Each seminiferous tubule is lined on its inside by 2 types of cells, male germ cells and Sertoli cells. ഇതിൽ മെയിൽ ജേം സെൽസ് ആണ് സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷന് സഹായിക്കുന്നത്. ദ മെയിൽ ജേം സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസ് സ്പേംസ്. ഇനി സെർട്ടോളി സെൽസ് മെയിൽ ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന സെല്ലുകളാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകൾ അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കോൾഡ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസുകളാണ് മെയിൽ ഹോർമോണായ ആൻഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ പ്രൊഡ്യൂസ് ചെയ്ത സ്പേംസിനെ പിന്നീട് മെയിൽ ആക്സസറി ഡക്റ്റ് വഴിയാണ് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട ആക്സസറി ഡക്റ്റുകളാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് തുറക്കപ്പെടുന്ന റീറ്റേ ടെസ്റ്റിസ്, പിന്നീട് അത് വാസ എഫറൻഷ്യയിലേക്കും എഫറൻഷ്യ വഴി എപ്പിഡിഡിമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. അപ്പോൾ വാസ് ഡിഫറൻസിൽ നിന്ന് പിന്നീട് സെമിനൽ വെസിക്കിൾസുമായിട്ട് ചേർന്ന് അവിടെ നിന്ന് ഡക്റ്റുമായിട്ട് ഇത് ചേർന്നൊരു ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നു. ഇത് ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്ന സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പേം ആണ്. ഇജാക്കുലേറ്ററി ഡക്റ്റ് യൂറീത്രയിലേക്കാണ് തുറക്കപ്പെടുന്നത്. യൂറീത്ര എക്സ്റ്റെൻഡ് ത്രൂ ദ പെനിസ് ടു ഇറ്റ്സ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് കോൾഡ് യൂറീത്രൽ മീറ്റസ്. അപ്പോൾ യൂറീത്ര വഴി പെനിസിൽ എക്സ്റ്റേണൽ ഓപ്പണിംഗ് വഴിയാണിത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്.
മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് പെനിസ് എന്ന് വിളിക്കുന്നത്. പെനിസ് ഈസ് മെയ്ഡപ്പ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ഇൻസെമിനേഷൻ. ഇതാണ് ഇൻസെമിനേഷൻ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ദ എൻലാർജ്ഡ് പോർഷൻ ഓഫ് ദ പെനിസ് ഈസ് കോൾഡ് ദ ഗ്ലാൻസ് പെനിസ് ആൻഡ് എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കോൾഡ് ഫോസ്കിൻ. പ്രധാനപ്പെട്ട മെയിൽ ആക്സസറി ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. A pair of seminal vesicle, prostate gland and a pair of bulbourethral gland. ഇനി സെക്രീഷൻ ഓഫ് ദിസ് ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ വിച്ച് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് എൻസൈംസ്. ദ സെക്രീഷൻ ഓഫ് ദ bulbourethral gland ഓൾസോ ഹെൽപ്പ് ഇൻ ദ lubrication ഓഫ് ദ പെനിസ്. ഇനി സെമിനൽ പ്ലാസ്മ അലോങ് വിത്ത് ദ സ്പേംസ്, അതായത് സെമിനൽ പ്ലാസ്മയും സ്പേംസും കൂടി ചേർന്നുള്ള സെക്രീഷനെ വിളിക്കുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. എന്താണ് സെമൻ? സെമിനൽ പ്ലാസ്മ അലോങ് വിത്ത് ദ സ്പേംസ് കോൾഡ് സെമൻ. അപ്പോൾ പ്രധാനപ്പെട്ട മെയിൽ ആക്സസറി ഗ്ലാൻഡുകളാണ് നമ്മൾ പഠിച്ചത്.